പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. അതിനിടെ സീറ്റിനായി ഹൈക്കമാൻഡിനെ നേരിട്ട് സമീപിച്ചിരിക്കുകയാണ് ചില നേതാക്കൾ. പാലക്കാട് ആദ്യം മുതലേ ഉയർന്നു കേട്ട പേര് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണ്. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ അകമഴിഞ്ഞ പിന്തുണയും രാഹുലിനുണ്ട്. 2011 മുതൽ ഷാഫി പറമ്പിലാണ് പാലക്കാട് നിന്ന് ജയിച്ചു വരുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഷാഫി പറമ്പിലിന് നീരസമുണ്ടായിരുന്നുവെന്നും എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷാഫി വടകരയിൽ മത്സരിക്കാമെന്നേറ്റതെന്നും വടകരയിൽ ജയിച്ചാൽ താൻ നിർദ്ദേശിക്കുന്നയാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് ഷാഫി ഉപാധി വെച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഷാഫി രാഹുലിന്റെ പേര് നിർദ്ദേശിച്ചാൽ തന്നെ എതിർപ്പുമായി പാലക്കാട്ടെ ഒരു വിഭാഗം രംഗത്തുണ്ട്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളയാൾ സ്ഥാനാർത്ഥിയായി വേണ്ട എന്ന കർശന നിലപാടിലാണ് DCC. മാത്രമല്ല, സീറ്റ് ലക്ഷ്യമിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന നീക്കങ്ങളിലും പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം അതൃപ്തിയിലാണ്. അതിനിടെ തൃത്താല മുൻ MLA VT ബൽറാം, കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ P സരിൻ എന്നിവരുടെ പേരുകളും രാഹുലിന് വെല്ലുവിളിയായി ഉയർന്നു കേൾക്കുന്നുണ്ട്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഈ രണ്ട് പേരെ നിർദ്ദേശിച്ചുവെന്നാണ് വിവരം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VT ബൽറാം MP രാജേഷിനോട് സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടിരുന്നു. ഒറ്റപ്പാലത്ത് നിന്ന് കഴിഞ്ഞ തവണ ജനവിധി തേടിയ സരിനും പരാജയപ്പെട്ടിരുന്നു. അതിനിടെ സീറ്റ് ലക്ഷ്യം വെച്ച് നേതാക്കൾ ഹൈക്കമാൻഡിനെയും സമീപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. AICC സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കാണാൻ സരിൻ ഡൽഹിയിലെത്തിയതായി റിപ്പോർട്ടുണ്ട്. ആര് സ്ഥാനാർത്ഥിയാകണമെന്ന കാര്യത്തിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്നാണ് സരിൻ പ്രതികരിച്ചത്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് മെട്രോമാൻ E ശ്രീധരനെ തോൽപ്പിച്ച് ഷാഫി ഹാട്രിക് വിജയം സ്വന്തമാക്കിയത്. 3859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി കഴിഞ്ഞ തവണ ജയിച്ചത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതിനാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രവും പാലക്കാടായിരിക്കും.